ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റാന്തൽ വിളക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെ കത്തിക്കുമായിരുന്നു കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ. ഇന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് കത്തിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 1.5 ലിറ്ററിൻ്റെയോ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അരികൊക്കെ നന്നായിട്ട് വെട്ടിയെടുക്കണം. ഈ കഴുത്തിൻ്റെ ഭാഗം വെട്ടി കളയണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വയർ കടത്താൻ പോകുന്നത്. കത്തിക്കണ ബൾബ് ഇടാനായിട്ട് വയർ അതിൻ്റെ ഉള്ളിൽ ഇടാം. ഇത്രയും ഭാഗം വേണമെങ്കിൽ വെട്ടിക്കളയാം, ഇത്രയും ഭാഗം വേണ്ടെങ്കിൽ വെട്ടിക്കളയാം. ഞാനിത് ഫുള്ളും എടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന്മേൽ ചുറ്റാനായിട്ട് കുറേ പേപ്പർ റോളിൻ്റെ ആവശ്യമുണ്ട്. അതായത് കുറേ പേപ്പർ റോള് ഉണ്ടാക്കി വയ്ക്കണം. സാധാരണ നമ്മൾ നോട്ട് ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും വേസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ റോളാക്കി കുറേ ഉണ്ടാക്കി വയ്ക്കുക. ചുറ്റിനേക്കാൾ മുമ്പ് നമ്മൾ ഓരോന്നും ഇങ്ങനെ പരത്തിയെടുത്താൽ നമുക്ക് ചുറ്റാൻ എളുപ്പമായിരിക്കും. ഇവിടെ പശ വെച്ച് തേച്ചിട്ട് ഓരോന്നും നമുക്ക് ചുറ്റിയെടുക്കണം. ഇങ്ങനെ ഒരു 5-6 ലെയർ നമ്മൾ ഒട്ടിക്കണം. മീതയ്ക്ക് മീതെ 5-6 ലെയർ ഒട്ടിക്കണം. ഒട്ടിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒരു 5 എണ്ണം വെച്ച് ഒട്ടിച്ചെടുക്കുക. താഴത്ത് 6 എണ്ണം ആണെച്ചെങ്കിൽ മുകളിൽ 5 എണ്ണം, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലൊരു 4 എണ്ണം, അങ്ങനെ 3 ലെയർ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതുപോലെ കുപ്പിയുടെ കഴുത്തിൻ്റെ ഭാഗത്തും ഇത്തിരി ഇറക്കിയിട്ട് കാണിച്ചെങ്കിൽ നമുക്ക് ഈ ഗ്ലാസിൻ്റെയൊക്കെ ഏകദേശം വലിപ്പം വേണ്ടി വരും. അത് ഒട്ടിച്ചെടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്നിട്ട് പിന്നെ പശ വെച്ചിട്ട് ശരിക്ക് ഒട്ടിക്കാം. ആ കുപ്പിയുടെ കാൽഭാഗത്തിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഇങ്ങനെ റോളുകൾ അവിടുന്ന് തൊട്ട് കുപ്പിയുടെ ഈ കഴുത്തിൻ്റെ മുകളിൽ വരെ നമുക്കിങ്ങനെ ഓരോ ലെയറും ചുറ്റി എടുക്കണം. ഞാൻ അത് കാരണം ഇത് ആദ്യമേ കുറേ റോളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെയൊക്കെ ഓരോൻ്റെ ഇടയിലും പശ വെച്ചിട്ട് പതുക്കെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഷേപ്പ് കിട്ടും. എന്നിട്ട് അവിടെയും നന്നായിട്ട് പശ വെച്ചിട്ട് ഒട്ടിക്കുക. നല്ല ഉറപ്പ് കിട്ടാനാണ് അത്, അല്ലെങ്കിൽ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഒട്ടിച്ചിട്ട് എത്രയാണോ അത് കൊള്ളുന്നത് അവിടെ പശ വെച്ച് തേച്ച് ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ 4 സ്റ്റിക്ക് പോലെ ഒട്ടിച്ച് വെക്കണം, 4 സൈഡ്. മിക്ക റാന്തൽ വിളക്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഭംഗിക്കാണ് കേട്ടോ അത് അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് കഴുത്തിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് മൂടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ റോള് ചുറ്റിയിട്ട് നമുക്ക് അതിന്മേൽ പശ വെച്ചിട്ട് ഒട്ടിക്കുക. ഇതാണെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് നോക്കുക, കഴുത്തിൻ്റെ ഭാഗത്ത് എത്രയാണോ കൊള്ളണത് അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കതിന്മേൽ തിരിച്ച് അതിന്മേൽ ഒട്ടിക്കാനായിട്ട് നോക്കുക. ഇവിടെയൊക്കെ നന്നായിട്ട് പശ വെച്ച് തേച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിനും വേണ്ടി, പിന്നെ ഇതും ഒട്ടിക്കാൻ വേണ്ടി, അതുപോലെ മറ്റേ കഴുത്തിൻ്റെ ഭാഗത്തുള്ള റോളും അതുപോലെ ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഈ ഒട്ടിച്ച സ്ഥലത്ത്, ഈ പേപ്പർ റോളൊക്കെ ഒട്ടിച്ച സ്ഥലത്ത് മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് വൃത്തിയായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതിന് മുമ്പ് വേറൊരു ലാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും വൃത്തിയുണ്ട്. ഇത് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം ഒട്ടിച്ചെടുക്കുക.
അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്കൊരു റൗണ്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ റൗണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പഴയൊരു സി ഡി അല്ല കാസറ്റ് VCRൻ്റെ കാസറ്റാണത്. അത് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമ്മേ ഹോളുണ്ടാവില്ല, അപ്പോൾ ഞാൻ ഹോളാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് വയറ് കടത്താൻ വേണ്ടിയിട്ട്. വയർ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ അതിന് വേണ്ടി ഈ പൊന്തി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അതുവരെ നമുക്ക് കുറേ പേപ്പർ റോള് ഒട്ടിച്ചിട്ട് അതേ ലെവലിൽ കൊണ്ടുവരണം. ഇതേപോലെ ഇരിക്കും. ഒട്ടിച്ചിട്ട് ഇതേപോലെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ബോട്ടിൽമേ ഒട്ടിക്കാം. അതിന് മുമ്പ് ഞാൻ ഒരു ഹാൻഡിൽ ഒട്ടിക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഹാൻഡിൽ ഒട്ടിച്ചതിൻ്റെ നേരെ താഴെ കൊണ്ടുവന്നിട്ട് വേണം ഇതിൻ്റെ കാത് ഒട്ടിക്കാനായിട്ട്. 2 കാത് ഉണ്ടാവുമല്ലോ ലാമ്പിന്, അതുപോലെ 2 കാതും ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ഓരോ വൈറ്റ് ഇത് ഒട്ടിച്ചതിൻ്റെ അവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് കളറ് പെയിൻറ്റ് അടിച്ചെടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ആ ബോട്ടിലിൻ്റെ ആ ഇത് മാത്രം ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ഒട്ടിച്ചതൊക്കെ വൈറ്റ് കളർ കൊണ്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ ബ്ലാക്കിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചൊന്ന് എന്താ പറയുക, ഒരു ഗോൾഡൻ അല്ല കോപ്പർ കളറ് അവിടെ ഇവിടെയൊക്കെ അടിച്ചു കൊടുക്കണം. ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ലുക്ക്. പെയിൻ്റ് അടിച്ചിട്ട് കണ്ട. ഇതിൻ്റെ ഹാൻഡിൽ അത്യാവശ്യം നല്ല ബലമുണ്ട്, എടുത്ത് പൊക്കാനൊക്കെ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു വയർ കൊടുക്കണം, ബൾബും വയറും. അതിനെന്നെ സഹായിച്ചത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. എനിക്കൊന്നും അറിയില്ല ഈ വയറൊക്കെ ഇടാനായിട്ട്. അപ്പോൾ പ്ലഗും വയറും ഒക്കെ ചെയ്തു തന്നത് അതാണ്. അതാണ് ഫൈനൽ ലുക്ക്. പകലെടുത്ത കാരണം അത്രയ്ക്ക് ഭംഗി വരുന്നില്ല, രാത്രി നല്ല രസമുണ്ടാവും. നിങ്ങളും ഇതൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ്